ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം ഉണ്ടാകുമ്പോൾ ഒരാളിൽ കാണിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകൾ മാറി വരുമ്പോൾ ഡിമെൻഷ്യ ബാധിച്ചവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ, കൊട്ടാമ്പാറ ആയുർവേദ ഡിമെൻഷ്യ കെയറിലെ ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് ആണ്. ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി രോഗം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചാലുണ്ടാവുന്ന ലക്ഷണങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തതിനാൽ പലപ്പോഴും ഇത് ഓർമ്മക്കുറവ് സാധാരണ പ്രായമായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഓർമ്മക്കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ അധികം നിസ്സാരമാക്കി കളയാറാണ് പതിവ്. പക്ഷെ ഇത് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് ബാധിക്കുമ്പോഴാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുകയും ആളുകളെ തീരെ തിരിച്ചറിയാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് തലയുടെ സ്കാനിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുവരെ ഇത് ഓർമ്മക്കുറവ് സാധാരണ രീതിയിലാണ് എന്ന രീതിയിൽ നമ്മൾ തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് സംസാരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഈ മറവി രോഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സ്റ്റേജ് വൈസ് ആയിട്ടാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതായത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുക, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കുക, ആ വെച്ച സ്ഥലം മറന്നു പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ തുടക്കത്തിൽ അവർക്ക് തന്നെ അറിയാം എനിക്കിടായിട്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മറന്നു പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ ചെയ്യാം. അതുപോലെ തന്നെ അവർ നമ്മളോട് പറയുകയും ചെയ്യും, ഞാൻ ഇവിടെ വെച്ചതാണ്, മറന്നു പോയതാണ്, കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഇവർക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് പേഷ്യന്റിന് അറിയാൻ കഴിയും, അത് നമ്മളോട് പറയുകയും ചെയ്യും. ഇത് ഏകദേശം ഒരു 6 മാസം മുതൽ ഒരു 1-1.5 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കാം, ഡിപ്പെൻസ് ഓരോ പേഷ്യന്റിന്റെയും ഫിസിക്കൽ ആൻഡ് മെന്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഇതിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഓർമ്മക്കുറവുള്ള ഒരു വിഷയം തന്നെ അവർ മറന്നു പോകും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും വെച്ചത് കാണാനില്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോയോ എന്നുള്ള രീതിയിൽ സംശയം ഉണ്ടാവാം. ചിലപ്പോൾ എന്നെ ആരും നോക്കുന്നില്ല, എന്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കംപ്ലയിൻസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ പറയും, അവരുടെ കൺസേൺ അവർ പറയും, അതായത് എന്നെ ആരും നോക്കുന്നൊന്നുമില്ല, എന്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ എന്തോരം നോക്കിയത് അവരിപ്പോ നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ പറയും. അപ്പൊ അവർ ഭക്ഷണം കഴിച്ചത് മറന്നു പോകും, അല്ലെങ്കിൽ അവരുടെ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ മറന്നു പോകും. അത് മറ്റുള്ളവർ എടുത്തതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളും തോന്നലുകളും ഒരു പേടി, ഒരു ആങ്സൈറ്റി പോലെയുള്ള സംഭവങ്ങളെല്ലാം ഈ സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സമയത്ത് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവാം, അതേപോലെ പെട്ടെന്ന് സങ്കടം, അങ്ങനത്തെ രീതിയിലുള്ള മൂഡ് ചേഞ്ചസ് ഒക്കെ ഈ സ്റ്റേജിൽ ഉണ്ടാവാം. ഇത് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ നല്ലൊരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അതായത് ആൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മെല്ലെ മെല്ലെ മറന്നു പോവുകയും ചെയ്യും, പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരികയും ചെയ്യും. ഈ പഴയ കാലത്ത് ഓർമ്മ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെല്ലാം വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ, കാരണം സ്വന്തം വീട് ഇതല്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിലല്ല വേറെ വീട്ടിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് വരുന്നത്. അപ്പൊ പഴയ കാലത്ത് ഓർമ്മ വരികയും ചെയ്യും, ഇപ്പോഴത്തെ ഓർമ്മ മറന്നു പോവുകയും ചെയ്യും. അപ്പൊ മരിച്ചവരെ കുറിച്ചായിരിക്കും കൂടുതൽ ചോദിക്കുക, മക്കളെ തിരിച്ചറിയാനുള്ള ശേഷി കുറഞ്ഞു പോവുകയും ചെയ്യും. ഈ സമയത്ത് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതായത് ടോയ്ലറ്റ് പോകുമ്പോഴേക്കും മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരും. സാധാരണ രീതിയിൽ ബ്ലാഡിൽ യൂറിൻ ഒരു ക്വാണ്ടിറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു മെസ്സേജ് പോകും, അപ്പോഴേ നമ്മൾ മൂത്രമൊഴിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മെസ്സേജ് നമ്മളുടെ ബ്രെയിനിൽ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് അല്ലെങ്കിൽ ഡിലേ വരും, അങ്ങനെ വേണം പറയാൻ, ഡിലേ വരും. അപ്പൊ ആ ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവര് മൂത്രം അറിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നീട് മൂത്രം ഒഴിച്ചത് അല്ലെങ്കിൽ പരിസരബോധമില്ലാതെ ഒഴിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ എത്തും. ഇതാണ് തേർഡ് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. ഇത് ഇനി ഫോർത്ത് സ്റ്റേജിലോട്ട് മാറുമ്പോൾ ആ പഴയ ഓർമ്മയും ക്രമേണ കുറഞ്ഞു പോയിട്ട് പുതിയത് നേരത്തെ മറന്നു പോയതാണ്. പിന്നെ ഈ ഫോർത്ത് സ്റ്റേജിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ആ പഴയ ഓർമ്മയും മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നിട്ട് ആളുടെ സംസാരശേഷി മെല്ലെ കുറഞ്ഞു പോകും, ആളുടെ ചിന്താശേഷിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. വീട്ടിലുള്ള ആരെയും തിരിച്ചറിയില്ല, അവരുടെ ആവശ്യം എന്താണെന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ ഫോർത്ത് സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് ഡിമെൻഷ്യയുടെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ ഡിമെൻഷ്യന് ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ. അതായത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ, മിക്സഡ് ഡിമെൻഷ്യ, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിമെൻഷ്യയുടെ ഓരോ ടൈപ്പിൽ അതിൽ ഇപ്പോൾ ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ ആൻഡ് ടെമ്പറൽ ലോബിനെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ ഓരോ ഡിമെൻഷ്യയിൽ വരുമ്പോഴും ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും.
പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വേറെ വിഷയം, പ്രായമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവും ഈ ഡിമെൻഷ്യയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നാണ്. പ്രായമായിട്ട് വരുമ്പോൾ നമ്മൾ അത് ദൈനംദിന ജീവിതത്തിനെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയെ കാര്യമായിട്ട് ബാധിക്കില്ല, അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഡിമെൻഷ്യയിൽ വരുമ്പോൾ പ്രായമായിട്ട് വരുന്നതിന് ഉണ്ടാവുന്നതിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ള ഓർമ്മക്കുറവ്, അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രയാസം, അതേപോലെ തന്നെ തിരിച്ചു എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മറവി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. ഇപ്പൊ പ്രായമൊക്കെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന താക്കോല് മറന്നു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പേരുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പ്രയാസം ഉണ്ടാവുക, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷെ ഡിമെൻഷ്യയിൽ വരുമ്പോൾ ഇത് മെല്ലെ 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 കൂടുതലായിട്ട് വന്ന് അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. ഇതാണ് ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ, മറവി രോഗം ബാധിച്ചാൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. ഇനി ഡിമെൻഷ്യയിലെ ചികിത്സയെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് വർദ്ധിക്കുന്നത് ഒരു പരിധി വരെ തടയാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇത് പ്രായം കൊണ്ട് വരുന്ന ഓർമ്മക്കുറവാണോ, ഡിമെൻഷ്യയിൽ വരുന്ന ഓർമ്മക്കുറവാണോ എന്ന് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ്. ഓർമ്മക്കുറവ് വർദ്ധിക്കുന്നത് തടയാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻഷ്യയിൽ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ കഴിയില്ലെങ്കിലും ചിലതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും. അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഓർമ്മക്കുറവ്, അതായത് ഇപ്പോ തൈറോയ്ഡ് സംബന്ധമായിട്ട് വരുന്ന ഓർമ്മക്കുറവുണ്ട്, അതായത് അതിനുശേഷം ഉണ്ടാവുന്ന ചെറിയ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ, അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ക്യൂർ ചെയ്യാൻ കഴിയാത്തതുണ്ട്. ക്യൂർ ചെയ്യാൻ കഴിയാത്തതിൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂടാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊരു സപ്പോർട്ടിംഗ് ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാതെ ഇരിക്കരുത്. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റേജസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറിയിട്ട് വരും. അപ്പോൾ നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ സ്റ്റേജസിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അത് ട്രീറ്റ്മെന്റ് എടുക്കണം, ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഡിമെൻഷ്യയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, dementia-care.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്നെ നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഫീൽഡ് ഉണ്ട്. അതിലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും. പിന്നെ ക്ലിനിക്കിന്റെ ബുക്കിംഗും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഓക്കെ, താങ്ക് യു.